കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ വീണ്ടും പുക പടർന്നു. 6ാമത്തെ നിലയിലെ OD ബ്ലോക്കിൽ നിന്നാണ് പുക ഉയർന്നത്. ഫയർഫോഴ്സ് എത്തി പുക ശമിപ്പിച്ചതായാണ് വിവരം. പുകയുണ്ടാകാൻ എന്താണ് കാരണമെന്ന് വ്യക്തമല്ല. കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറിയുണ്ടായ അത്യാഹിത വിഭാഗം കെട്ടിടത്തിലാണ് വീണ്ടും പുകയുയർന്നത്. പുക ഉയർന്നതിനെ തുടർന്ന് ആളുകളെ സ്ഥലത്ത് നിന്ന് ഒഴിപ്പിക്കുകയാണെന്ന വിവരമാണ് അവസാനമായി ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ പൊട്ടിത്തെറി സംബന്ധിച്ച് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പരിശോധനയ്ക്കിടെയാണ് വീണ്ടും പുക ഉയർന്നത്. സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. കഴിഞ്ഞ ദിവസം 1-2 നിലകളിൽ നിന്നാണ് വലിയ രീതിയിൽ പുക ഉയർന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ 6ാം നിലയിൽ നിന്ന് പുക ഉയർന്നിരിക്കുന്നത്. നേരത്തെ മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ പുക ഉയർന്നതിനെ തുടർന്ന് രോഗികളെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു പുക ഉയർന്നത്. തുടർന്ന് രോഗികളെ സുരക്ഷിതമായി പുറത്തെത്തിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്ത് 5 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിലും ഇത് പുക ശ്വസിച്ചത് മൂലമല്ലെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നത്. പുക ഉയർന്നതിനെ തുടർന്ന് സ്ഥലത്ത് ഫയർഫോഴ്സ് എത്തുകയായിരുന്നു. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. സൂപ്പർ സ്പെഷ്യാലിറ്റി ഓപ്പറേഷൻ തിയേറ്ററുകൾ പ്രവർത്തിച്ചിരുന്ന 6ാം നിലയിലാണ് സംഭവമുണ്ടായത്. കഴിഞ്ഞ ദിവസം പുക ഉയർന്നതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ഉൾപ്പെടെ നടന്നിരുന്നുവെന്നും ഇതിനിടെയുണ്ടായ ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നാണ് പുക ഉയർന്നതെന്നും രോഗികൾ ആരും അവിടെ ഉണ്ടായിരുന്നില്ലെന്നും ആശങ്ക വേണ്ട എന്നും മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം കെട്ടിടത്തിൽ നിന്ന് പൊട്ടിത്തെറിയുണ്ടായി തീപിടിച്ച് പുക ഉയർന്ന സംഭവത്തിന് പിന്നാലെ ഇവിടെയുള്ളവരെ മാറ്റിയിരുന്നു. നാളെ മുതൽ കെട്ടിടത്തിൽ വീണ്ടും ഓപ്പറേഷൻ തിയേറ്റർ അടക്കം പ്രവർത്തനം ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്ന് പരിശോധന നടത്തിയത്. ഇതിന്റെ ഭാഗമായി ഓപ്പറേഷൻ തിയേറ്റർ അടക്കം പുനഃക്രമീകരിക്കുന്നതിനിടെയാണ് വീണ്ടും പുക ഉയർന്നത്. കൂടുതൽ ഫയർഫോഴ്സ് സർവീസുകൾ അവിടെ എത്തിയിരുന്നു. 4ാം നിലയിലടക്കം ആളുകൾ ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ സംഭവിച്ച പൊട്ടിത്തെറിയും തുടർന്നുണ്ടായ മരണങ്ങളും വലിയ ചർച്ചയാകുന്ന സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ ഓഫീസ് യൂത്ത് കോൺഗ്രസ് ഉപരോധിച്ചു. മരണത്തിന് കീഴടങ്ങിയവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം. സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയ രോഗികളുടെ കണക്കുകൾ പുറത്തുവിടണം. അവരുടെ ചികിത്സാ ചെലവുകൾ സർക്കാർ വഹിക്കണം. ആശുപത്രിയിൽ ചികിത്സ തേടുന്നവർക്ക് ആവശ്യമായ സുരക്ഷ ഉറപ്പാക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിലുള്ള പ്രതിഷേധം ജില്ലാ പ്രസിഡന്റ് K പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തിരുന്നു. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ആശുപത്രിയിൽ എമർജൻസി എക്സിറ്റ് പോലും ഇല്ലെന്നും ആശുപത്രിക്കകത്തുള്ള റാമ്പുകൾ മാലിന്യം കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലാണെന്നും അദ്ദേഹം ആരോപിച്ചു. സംഭവത്തെ ദുരന്തമായി കണക്കാക്കി ആരോഗ്യമന്ത്രി പ്രതികരിക്കണമെന്നും നഷ്ടപരിഹാരം ഉടൻ പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം പുക ഉയർന്നതിൽ ഫോറൻസിക് പരിശോധനയിൽ ഇന്ധനത്തിന്റെയോ മറ്റു വസ്തുക്കളുടെയോ സാന്നിധ്യം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ദുരൂഹത ഒഴിഞ്ഞത്. അന്വേഷണത്തിന്റെ ഭാഗമായി CCTV ദൃശ്യങ്ങളും കാഷ്വാലിറ്റി രജിസ്റ്ററുകളും പോലീസ് പരിശോധിച്ചിരുന്നു. അതേസമയം UPS ബാറ്ററിയിലെ ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റിന്റെ പ്രാഥമിക കണ്ടെത്തൽ. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 7:45 സംഭവം നടന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാഷ്വാലിറ്റി UPS റൂമിലെ ബാറ്ററി കത്തിയതോടെ പുക കാഷ്വാലിറ്റിയിലെ ബ്ലോക്കുകളിലേക്ക് പടർന്നു പിടിക്കുകയായിരുന്നു. റെഡ് സോൺ ഏരിയയിൽ അടക്കം നിരവധി രോഗികളാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഇവരെയെല്ലാം പെട്ടെന്ന് തന്നെ പുറത്തെത്തിക്കുകയും മെഡിക്കൽ കോളേജിലെ മറ്റ് വിഭാഗങ്ങളിലേക്കും വിവിധ ആശുപത്രികളിലേക്കും മാറ്റുകയുമായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു വിപത്ത് ഒഴിവായത് എന്ന് വേണമെങ്കിൽ പറയാം.